ഇത്തവണ കേരളത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടി. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വിജയം നേടുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക്. LDF സർക്കാരിൻ്റെ 9.5 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും കേരളത്തിൽ നടക്കില്ലെന്ന് കരുതിയ നിരവധിയായ പദ്ധതികൾ കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെട്ട സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതോടൊപ്പം തന്നെ ജനക്ഷേമ രംഗത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച മാതൃക തീർത്തുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരായി പ്രതിപക്ഷം ഉന്നയിക്കാനിടയുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വിഷയങ്ങളും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉന്നയിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാരണം അതിനുള്ള അവസരം കേരളത്തിലെ സർക്കാർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പഴുതില്ലാത്ത വിധം പ്രവർത്തിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. എന്നാൽ പ്രതിപക്ഷമായ UDF വലിയ തോതിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒന്ന്, അതിനകത്ത് ശക്തമായ നേതൃത്വം തമ്മിലുള്ള ഭിന്നതയാണ്, നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിന് ഒരിക്കലും ചേരാത്ത, നമ്മുടെ നാടിൻ്റെ അന്തസ്സ് കെടുത്തിയ സ്ത്രീത്വത്തെ നിരന്തരമായി അപമാനിക്കുന്ന ഒരു നിലപാട് UDF നേതൃത്വത്തിലെ ഉത്തരവാദപ്പെട്ടവർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം MLA അദ്ദേഹത്തെ അവസാന നിമിഷം വരെ സംരക്ഷിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. അവസാനം ഗത്യന്തരമില്ലാതെ ആണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത് തന്നെ കോൺഗ്രസ്സിന് സംഭവിച്ച ഏറ്റവും വലിയ ഒരു അപജയമാണ്. മാത്രമല്ല, ഇപ്പോൾ അതിജീവിതയുടെ കേസ് വന്നപ്പോൾ UDF കൺവീനർ പരസ്യമായി അതിജീവിതയെ തള്ളിപ്പറയുകയും അതോടൊപ്പം തന്നെ കേസിലെ പ്രതികൾക്ക് വേണ്ടി രംഗത്ത് വരികയും ചെയ്തിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽ മാത്രമല്ല പൊതുസമൂഹത്തിൽ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. കോൺഗ്രസിന് വലിയ പാരമ്പര്യവും പൈതൃകമുള്ളൊരു പാർട്ടിയാണ്. ഇന്ന് ആ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സമീപകാലത്തെ അവരുടെ പ്രതികരണങ്ങൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കപ്പെടും എന്ന സംശയമില്ല. മാത്രമല്ല, എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തും എന്നൊക്കെ വീമ്പ് പറഞ്ഞിട്ടാണ് BJP മുന്നോട്ട് വന്നതെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. BJPക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന വാർഡുകളിൽ പോലും BJP കോൺഗ്രസിന് പിന്തുണക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക, 4 വോട്ടിന് വേണ്ടി ആരുമായി കൂട്ടുകൂടാൻ, ഏത് വർഗീയവാദികളുമായി കൂട്ടുകൂടാൻ തങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുകൂടി കോൺഗ്രസ് തെളിയിച്ചിരിക്കുകയാണ്. പല സ്ഥലത്തും പ്രാദേശിക അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള അവിശുദ്ധമായ ഇത്തരം സഖ്യങ്ങൾ തീർച്ചയായും അത് ജനങ്ങൾക്കിടയിൽ നല്ല നിലയിൽ പ്രതികരണം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ ഇടതുപക്ഷത്തെ പിന്തുണക്കുക എന്ന് പറയുന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുവായ സമാധാന അന്തരീക്ഷം, മതേതര സംസ്കാരം, ബഹുസ്വരത ഇതൊക്കെ നിലനിൽക്കണമെങ്കിൽ ജനങ്ങളുടെ മുന്നിലുള്ള ഗ്യാരണ്ടി ഇടതുപക്ഷമാണ്. കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് ശരിയായ നിലപാട് സ്വീകരിക്കാറില്ല. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും RSSനെ ന്യായീകരിക്കുന്നവരാണ്. RSSൻ്റെ ശാഖ കാവിൽ നിന്നു എന്നതിൽ മേനി പറയുന്നവരാണ്. മാത്രമല്ല, RSS ചടങ്ങുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും പങ്കെടുക്കാൻ മടി കാണിക്കാത്തവരാണ്. പലപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അനുഭവത്തിൽ വർഗീയതയ്ക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു നില പലപ്പോഴും കോൺഗ്രസ് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമാനതകളില്ലാത്ത വികസനം തുടരണം. കേരളത്തിൻ്റെ മതനിരപേക്ഷ ജനാധിപത്യ സംസ്കാരത്തിന് ഒരു പോറലുമേൽക്കാൻ പാടില്ല എന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ അല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു ഓപ്ഷനില്ല. നല്ല വിജയം ഞങ്ങൾ നേടും. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്.